ഹലോ ഓൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് തട്ടിക്കൂട്ടിയുള്ളൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴയുടെയൊക്കെ അന്തരീക്ഷമാണ്. ഇപ്പോൾ ചെറുതായിട്ട് നമുക്ക് നാട്ടിൽ ചൂടൊക്കെ ഒന്ന് മാറി ഒന്ന് മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോ? അപ്പോൾ രാവിലെ ഏതാണ്ട് ഉമ്മ കുട്ടികൾക്ക് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വിളഞ്ഞ ഒരു കൊല ഇതുപോലെ ഒടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് ചിപ്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെന്താ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്ത ശേഷം അപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അവർക്കൊന്ന് കുറയ്ക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ഷൂട്ടാക്കിയിട്ടില്ല. അത് നമ്മൾ ദാണ്ടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്ത ശേഷം ഒന്ന് തണുത്തിട്ട് ടിന്നിലിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ ഇതുപോലെ കയറി ഇറങ്ങിയൊക്കെ ഇത് തിന്നും. അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ചിപ്സ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് മീൻ കൊണ്ടുവരുന്ന ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ അക്ക എന്നൊക്കെയാണ് പറയൽ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചിലരുടെ നാട്ടിലൊക്കെ ഇതുപോലെ അക്ക എന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഈ ചേച്ചിയുടെ പേര് അമല എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 ദിവസത്തിൽ കൂടുമ്പോൾ ആൻറ്റി ഇതുപോലെ മീനൊക്കെ കൊണ്ട് ഈ ചേച്ചി വരും. അപ്പോൾ നമ്മൾ കുറച്ചധികം തന്നെ ഇതുപോലെ വാങ്ങി വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ മീനെടുത്ത് തരുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ കരുതിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് കേട്ടോ, എന്നെ വീഡിയോയിൽ വരുമോ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് നമുക്ക് ചൂരയും അതുപോലെ തന്നെ ചെറിയ ചൂരക്കുട്ടിയില്ലേ, ടൂണ മീനില്ലേ, അതും അതുപോലെ തന്നെ അയല, ചെറിയ അയല മിക്സ് ആയിട്ടുള്ള കുറച്ച് മീനുമാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആൻറ്റിയുടെ ചേച്ചിയുടെ ഫോട്ടോയൊക്കെ പിടിച്ചു. ഫോട്ടോ അല്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ പിടിച്ച ശേഷം നമ്മൾ 1-2 ദിവസത്തേക്കായിട്ട് ഇതുപോലെ ടിന്നിലാണ് കേട്ടോ ഇട്ട് മീൻ ഫ്രീസറിൽ വെക്കാറ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ഓരോ ടിന്നിലായിട്ട് ഇങ്ങനെ ഫ്രീസറിൽ വെക്കലാണ് പതിവ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കട്ടാക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഇതുപോലെ പല ടിന്നുകളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ചേച്ചി തന്നെയാണ് കേട്ടോ നമുക്ക് മീൻ സ്ഥിരമായിട്ട് കൊണ്ടുതരൽ. പിന്നെ വല്ലപ്പോഴൊക്കെ പുറത്ത് പോകുമ്പോൾ നമ്മൾ ചന്തയിലൊക്കെ പോയി മീൻ വാങ്ങാറുള്ളൂ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ചേച്ചി കൊണ്ടുവരുന്ന മീൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിതുപോലെ കുറച്ച് ദിവസത്തേക്ക് തന്നെ വാങ്ങി സൂക്ഷിക്കാറുണ്ട്. പിന്നെ ഞാൻ കുട്ടികൾക്ക് ഈവനിങ് നമ്മൾ ഗുബൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഗുബൂസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈവനിങ് ഉണ്ടാക്കാനായിട്ടായതുകൊണ്ട് ഞാനൊരു 3 മണി ടൈമിൽ അതിനേക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഡോ ഒന്ന് കുഴച്ച് വെക്കാനായിട്ട് ഈസ്റ്റും പഞ്ചസാരയൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ഒന്ന് കലക്കിയ ശേഷം നമ്മൾ ഈ മാവൊന്ന് ഒന്ന് പൊങ്ങി കിട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് പൊങ്ങി വരുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഇതുപോലെ മണി പ്ലാന്റ് ഇല്ലേ, അത് ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മണി പ്ലാന്റ് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഈ അടുത്ത് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ മേശേൻ്റെ പുറത്ത് വെക്കാനായിട്ട് ഇതുപോലെ ഒരു സാധാരണ പൊട്ടുന്ന ബോളിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ അതില്ലാത്തത് കൊണ്ട് ഇതുപോലെ ജ്യൂസ് മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കുപ്പിയില്ലേ, അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്ത് തണ്ടിൽ നിന്ന് കുറച്ച് കട്ടാക്കി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊക്കെ ഒന്ന് പാഴിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെയൊക്കെ ഒന്ന് നല്ല പീസസൊക്കെ കട്ടാക്കി എടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് ബാക്കി വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുന്നേ എൻ്റെ വീട്ടിൽ ഇതുപോലെ കുറേ മണി പ്ലാന്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെടികളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇക്കാൻ്റെ അടുത്ത് പോയിട്ട് വന്ന ശേഷം ചെടികളൊന്നും ഇല്ല. ഇപ്പോൾ ഞാൻ ഇതുപോലെ മേശപ്പുറത്ത് വെക്കാനായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തപ്പോൾ ഇതുപോലെ ഞാൻ കുപ്പിയിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേഴ്സണലി ഇത് വെക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സാണ്. നമ്മൾ കിച്ചണിലൊക്കെ ഇതുപോലെ വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. എന്നിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് ബാക്കി ഞാനിതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ടേബിളിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ മാവയ്ക്ക് ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ ഗുബൂസിന് വേണ്ടിയിട്ടുള്ള മാവയ്ക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല, ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് എല്ലാം കൂടി തട്ടിക്കൂട്ടിയിട്ടുള്ള കുഞ്ഞു വ്ളോഗായിരുന്നു കേട്ടോ, ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. പുതിയൊരു വീഡിയോയോ റെസിപ്പിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.